മോളെ ഇന്ന എനിക്ക് വേണ്ട. എന്താ മോള് മിഠായി തിന്നൂലേ? ഇല്ല, അച്ഛൻ ഒരുപാട് കുടിച്ചില്ലേ? ഒരുപാടൊന്നുമില്ല, കുറച്ച്. കുപ്പായം കീറിയല്ലോ, ഇന്നും തല്ലുണ്ടാക്കിയില്ലേ? എങ്ങനെ തല്ലാതിരിക്കും? ആ തല്ലുള്ളി റപ്പായി പറഞ്ഞു നിനക്ക് 17 വയസ്സായത്. ഞാൻ പറഞ്ഞു 10 വയസ്സേ ആയിട്ടുള്ളൂ. തർക്കിച്ചു, ഞാൻ അവനെ തല്ലി. റപ്പായിച്ചൻ പറഞ്ഞത് നേരാ. അമ്മ മരിച്ചത് എന്റെ 10ാമത്തെ വയസ്സിലല്ലേ? എന്നിട്ടിപ്പോ കൊല്ലം 7 കഴിഞ്ഞില്ലേ? അപ്പൊ നേരാണോ? ഞാൻ വിചാരിച്ചു നിനക്ക് ഇപ്പോഴും 10 വയസ്സാണെന്ന്. മോളിവിടെ ഇരിക്കെ, ഞാൻ പോയി അവനോട് മാപ്പ് പറഞ്ഞിട്ട് വരാം. വേണ്ട വേണ്ട, അച്ഛൻ ഇവിടെ ഇരുന്നാ മതി. ചോറാകെ തണുത്തു, അപ്പോഴാ മാപ്പ് പറയാൻ പോക്ക്. പിടിച്ചോ, ചാടി പിടിച്ചോ. ആ ഇനി ചാടേ, കാട്ട് കാട്ട് ചാട് ചാട്. ആ നല്ല രസമുണ്ട്. ഇനി ചാടേ, പിടിച്ചോ. പിടിച്ചോ. ചാടുന്ന കാണാൻ നല്ല രസമുണ്ട്. ഒരു വാലൂടെ വച്ചാലേ ഒന്നാം തരം കൊരങ്ങെത്തി. മരം കയറി കൊരങ്ങൻ. എന്നാ പിടിച്ചോ പിടിച്ചോ. കണ്ടില്ലേ, ഉന്നം വെച്ച് എറിയാൻ പോലും അറിയില്ല. പിടിച്ചോ കൊരങ്ങ്. രാമു, ഞാൻ പോകുന്ന വഴിക്കൊക്കെ എന്നെ ഉപദ്രവിച്ചോണ്ടല്ലോ. തന്റെ വായിലെ പല്ലുണ്ടാവില്ല, പറഞ്ഞേക്കാം. ഇത് നല്ല കൂത്ത്. ഞാൻ ഇല്ലി വെട്ടുന്നിടത്ത് നീയല്ലേ കയറി വന്നത്? തന്തയും തള്ളയില്ലാന്ന് വിചാരിച്ചിട്ടാ ഞാൻ വെറുതെ വിടുന്നത്. ഇതെന്റെ അച്ഛനോടൊന്ന് പറഞ്ഞാ മതി, തന്നെ വെട്ടി ഞുറുക്കും. അതിന് വിഷമിക്കണ്ട, വെട്ടി നുറുക്കം കഴുത്തും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. പോരെ? കൂടരാമോ? കൊല്ലിമല്ലി. കൂടരാമോ കൂടരാമോ കൂടരാമോ? പല്ലിമല്ലി പല്ലിമല്ലി കൊല്ലിമല്ലി കൊല്ലിമല്ലി. ഏയ്, തനിക്കിരിക്കാൻ വേറെ കടവൊന്നും കണ്ടില്ലേ? ഈ കടവ എനിക്കിപ്പോ സൗകര്യം. രാമു, ദേ ഇവിടുന്ന് പോകുന്നുണ്ടോ? മനസ്സില്ല. അസത്ത്. ആഹാ. ആ പിടിച്ചോ. ആണുങ്ങളെ ചീത്ത വിളിച്ചാ ഇതാ ശിക്ഷ. വിളിക്കോ? ഇല്ല. പാവം, വിളിച്ചോ. എന്നെ വിളിച്ചോ? ഞാനോ? ഇല്ലല്ലോ. മല്ലി പറഞ്ഞു ഉടനെ ഇങ്ങോട്ട് വരാൻ. മല്ലി, മല്ലി, ഞാനിവനെ വിളിച്ചെന്ന് നീ പറഞ്ഞോ? കുളി കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. ഇത്തിരി താമസിച്ചു പോയി. എന്തോന്നിനാടി മോളെ? അത് പിന്നെ 2 കൂടെ വേണമെന്ന് പറയാൻ. എടാ രാമു, എന്തോ? അവക്ക് 2 കൂടെ മടഞ്ഞുകൂട്. വലുതോ ചെറുതോ? പറഞ്ഞുകൂടടി. ഒരു വലുതും ഒരു ചെറുതും. ചോറ് വെച്ചോടാ. ഇല്ല, ചെന്നിട്ട് വേണം. നിനക്കൊരു കല്യാണം കഴിച്ചാ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് നിന്ന് ജീവിക്കണം? കഴിക്കണം, കുറെ കഴിയട്ടെ എന്ന് വെച്ചാ. എടാ രാമുവേ, നിനക്ക് വേണ്ടി ഞാനൊരു പെണ്ണിനെ അന്വേഷിക്കട്ടെ? ഇപ്പൊ വേണ്ട, നേരം വരുമ്പോ ഞാൻ പറയാം.
നീ വന്നതല്ലേ, വേഗം പോയി ഒന്നുകൂടെ കുളിക്കും കേട്ടോ. അച്ഛൻ ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നാളെ കാണാം. കാണാം. മാന്തണ മാക്രി മരമാക്രി മറിയേ എടേ എന്നെ പറ്റി വിചാരിക്കടേ. നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കാൻ? എന്തെങ്കിലും വിചാരിക്കടി. എടി ഒരാണായിട്ട് ഒരുത്തിന് എത്ര നേരം ഇവിടെ ചൊറിയും കുത്തിരിക്കണം. എടി എനിക്കൊന്ന് ജീവൻ വെക്കണ്ടേ? കുടിച്ച് കണ്ണിക്കണ്ടവരെയൊക്കെ തല്ലുവാങ്ങാനല്ലേ, അതിനു വേണ്ടി ഇപ്പം ജീവൻ വെക്കണം. കർത്താവാണ് സത്യം. ഇതിപ്പോ ഒരു തുള്ളി അടിച്ചില്ലെങ്കിൽ ഇത് ഇപ്പൊ ചത്തുപോകും. നീ ഒരു 3 രൂപ തന്നെ. എന്റെ 8 മക്കളാണ് സത്യം. ഞാൻ ഒരൊറ്റ ആളായിട്ടും വഴക്കൂടില്ല. മക്കളെ പിടിച്ച് ആണയിടുന്നു. ഇത്രയും നാൾ നിങ്ങൾ എന്തോ സമ്പാദിച്ചു? സമ്പാദിച്ചത് ഇതൊക്കെ തന്നെ. ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല. ഒരു നേരത്തെ ആഹാരം അവർക്ക് നിങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടോ? ആര് പറഞ്ഞു? എടാ പറഞ്ഞേ, നിനക്ക് ഞാനെന്ന് കപ്പ കുഴിഞ്ഞത് വാങ്ങിച്ചെന്നില്ലടാ. ഇല്ല. എന്താ പോടാ അൽഫോൻസേ, നിനക്ക് ഞാനെന്ന് ഉപ്പുമാവ് വാങ്ങിച്ചെന്നില്ലടേ. ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എവരെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ വൈകിട്ട് വന്ന് കാണാം. എടി മറിയേ എടാ ഒരു കാര്യം പറഞ്ഞ അപ്പനുമായിട്ട് ചോദിക്കൂലടാ. നിന്നെ എടുത്തിട്ട് കാക്കസായിപ്പ നിങ്ങൾ കുത്തിരിക്കണോ അല്ലെ കിടക്കണോ? നിങ്ങൾ കിടന്നോളി. ഊരതാ ഞാൻ, വയസ്സാണ് കാലം. പിന്നെ കാക്കസായിപ്പേ, ചിലപ്പോ ഉമ്മ വരും നോക്കാൻ. എത്ര വിളിച്ചാലും മുത്തുമോനെ മിണ്ടരുത്. കുഞ്ഞാലി ഉറങ്ങാന്ന് വിചാരിച്ച് ഉമ്മ പോയിക്കോളൂ. സിനിമന്റെ കാര്യമൊക്കെ എനിക്ക് നമ്മൾ പിന്നെ വന്നിട്ട് പറഞ്ഞു തരുന്നു. അല്ല ഉറങ്ങണ പറയാ, അവ തലയില്ലേ. ഇതെവിടേക്കടാ? ഉമ്മാന്റെ അവിടെ ഇങ്ങനെ കണ്ണിന്റെ അവിടെ ഒരു കുരു ഉണ്ട്. അതിന് പൈസയുടെ അടുത്ത് മരുന്ന് വാങ്ങാൻ പോവാ. അപ്പൊ കാവലാരാ? അത് കാവലിന് ഉമ്മ കിടക്കുന്നുണ്ട്. നമ്മള് വരുന്നതേ ഉമ്മ നോക്കിക്കോളൂ. മാറി സിനിമ കൊടുക്കാനായി. അപ്പൊ നീ സിനിമയ്ക്കാ? കേറി. അല്ലേ നിങ്ങളോട് ആരെയ പറഞ്ഞു നമ്മള് സിനിമ കാണാൻ പോവാണ്? നീ തന്നെ. അതായത് കുഞ്ഞാലി തമാശ പറഞ്ഞല്ലേ. നമ്മളെ ഇടക്കിടക്ക് ഇങ്ങനെ തമാശ പറഞ്ഞു. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചിരിക്കും. ഫാത്തിമ ഉറങ്ങാ? ഫാത്തിമ